സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവിയായിട്ട് 2026 പ്രഖ്യാപിച്ചത് എന്തിനെയാണ്? അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി ഏത് എന്ന് ചോദിച്ചാൽ ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മജീവി. ബാസിലസ് സബ്റ്റിലിസ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 2026 റിപ്പബ്ലിക് ദിന പരേഡില് കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും എന്നതായിരുന്നു 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം. വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല, തൃശ്ശൂർ. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. പദ്ധതിയുടെ പേര് മന്ദഹാസം. മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. കേരളത്തിലെ ഏത് നഗരത്തിലാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത്? സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം കേരളത്തിലെ ഏത് നഗരത്തിലാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്തിലാണ്. തിരുവനന്തപുരം. കേരളത്തിലെ കെ സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് പദ്ധതി. കെ സ്മാർട്ട് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ കെ സ്മാർട്ട് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2025-26 ബജറ്റിൽ കേരളം കൂടുതൽ പ്രാധാന്യം നൽകിയ നീല സമ്പദ് വ്യവസ്ഥ, ബ്ലൂ എക്കോണമി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 2025-26 ബജറ്റിൽ കേരളം കൂടുതൽ പ്രാധാന്യം നൽകിയ നീല സമ്പദ് വ്യവസ്ഥ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സമുദ്ര വിഭവങ്ങളുടെ വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമുദ്ര വിഭവങ്ങളുടെ വിനിയോഗം, നീല സമ്പദ് വ്യവസ്ഥ. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വർഷം 1836. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 106 ഭേദഗതി അനുസരിച്ച് സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 106 ഭേദഗതി അനുസരിച്ച് വനിതാ സംവരണത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? 15 വർഷമാണ്. 15 വർഷം. എത്രാമത്തെ ഭേദഗതിയാണ്? 106ാമത്തെ ഭേദഗതിയാണ്. ഇതറിയപ്പെടുന്നത് നാരി ശക്തി വന്ദന അധിനിയം എന്നാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത ഏതാണ്? റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷുകാര് 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമസംഹിത. ഗവൺമെന്റ് ഓഫ് റിപ്പബ്ലിക് ആക്ട് 1935.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരെല്ലാമായിരുന്നു? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. 3 മലയാളി വനിതകൾ: അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 326 ആണ്. അനുച്ഛേദം 326. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടൻ. ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. വകുപ്പ് 19. ചരക്കു സേവന നികുതി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ചരക്കു സേവന നികുതി GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 101 ഭേദഗതിയാണ്. 2016 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ചരക്കു സേവന നികുതി നടപ്പിലാക്കിയത്. 101 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്നത് വകുപ്പ് 368 ആണ്. വകുപ്പ് 368. ഭരണഘടനയിൽ വരുത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്ന വർഷം ഏത്? ഭരണഘടനയിൽ നടത്തിയ ഒന്നാമത്തെ ഭേദഗതി നടന്നത് 1951 1951. കേരളത്തിലെ പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായ സ്ഥലം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രശസ്തമായത് സൈലന്റ് വാലിയാണ്. അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്ന തത്വം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനുമായിരുന്ന വ്യക്തി. 2026 ജനുവരിയിൽ അന്തരിച്ചു. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനുമായിരുന്നു. വ്യക്തി ആരാണ്? മാധവ് ഗാഡ്ഗിൽ ആണ്. മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത്. 2026 ഫെബ്രുവരിയിൽ ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മലയാള സിനിമ ഏത്? 2026 ഫെബ്രുവരിയിൽ ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മലയാള സിനിമ ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം. സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ. സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ സ്വാതി ശാന്തകുമാർ. സ്വാതി ശാന്തകുമാർ. പങ്കാളിത്ത പെൻഷന് പകരം കേരള സർക്കാർ 2025-26 നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി.
പങ്കാളിത്ത പെൻഷനു പകരം കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. പദ്ധതിയുടെ പേര് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. അഷ്വേർഡ് പെൻഷൻ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. പദ്ധതിയുടെ പേര് ന്യൂ ഇന്നിങ്സ്. മുതിർന്ന പൗരന്മാർക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതി. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ പ്രയോജനപ്പെടുത്തി ടൂറിസം വികസനത്തിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഹോംസ്. പദ്ധതിയുടെ പേര് കെ ഹോംസ്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിന്റെ പേര്. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിന്റെ പേര് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. കേരളത്തിലെ ക്ഷയരോഗ നിവാരണ ദൗത്യത്തിന്റെ പേരാണ് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം ഭവനരഹിതർക്ക് വീട് നൽകുക. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭവനരഹിതർക്ക് വീട് നൽകുക. കേരളത്തിൽ കെ റെയിൽ പദ്ധതി ഏത് നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? കെ റെയിൽ പദ്ധതി ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് വരെയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കെ റെയിൽ പദ്ധതി ബന്ധിപ്പിക്കുന്നത്. കേരളത്തിൽ കെ റെയിൽ പദ്ധതി ഏത് നഗരങ്ങളെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് ഞാനും ഡിജിറ്റലായി എന്നത്. ക്യാമ്പയിൻ്റെ പേര് ഞാനും ഡിജിറ്റലായി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് ഞാനും ഡിജിറ്റലായി. കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം. കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം 1998 കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സ്ഥാപിതമായ വർഷം 1998. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കറാണ്. പ്രശസ്ത നാദസ്വര കലാകാരൻ തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്. തിരുവിഴ ജയശങ്കർ. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആര്? 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ശാരദയാണ്. ശാരദ. അടുത്ത ചോദ്യം, മലയാളത്തിൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? മലയാളത്തിൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ് മലയാളത്തിൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്? നീലദർപ്പൺ ദീനബന്ധു മിത്രയാണ്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46 46 അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളാണ്. 46 അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്?
ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ്? 5ാമത്തെ അവസ്ഥയാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനാണ്. ജപ്പാൻ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ താരം. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 ബ്രാൻഡ് അംബാസിഡർ ആരാണ്? രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 80 സീറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. എത്ര സീറ്റുകളാണ്? 80 സീറ്റുകൾ. ദേവസമാജം സ്ഥാപിച്ചതാര്? ദേവസമാജം ശിവനാരായണൻ അഗ്നിഹോത്രി. ദേവസമാജം ശിവനാരായണൻ അഗ്നിഹോത്രി. വേദസമാജം സ്ഥാപിച്ചതാരാണ്? വേദസമാജം ശ്രീധരലു നായിഡു. മാറിപ്പോവരുത്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ചിത്രശലഭത്തിന്റെ ആകൃതിയുള്ള ശരീരഭാഗം. ചിത്രശലഭത്തിന്റെ ആകൃതിയുള്ള ശരീരഭാഗം തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏതാണ്? ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം കോക്ലിയാണ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്? കോക്ലിയ. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ലോക ജൈവ വൈവിധ്യ ദിനം. ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്. മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ലോകസഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ആരെയെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. ആരുടെ വരികൾ? എന്താണ്? കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. കുഞ്ഞുണ്ണി മാഷ്. അടുത്തത്, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ആരുടെ വരികൾ? കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പൈക കലാപം നടന്ന വർഷം. പൈക കലാപം 1817 ആണ്. 1817. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. നദികളെക്കുറിച്ചുള്ള പഠനം. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? ആന്റിബയോട്ടിക് പെൻസിലിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് പെൻസിലിൻ.
കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി. കേരളത്തിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വി വിശ്വനാഥൻ. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി ഇന്ത്യയിൽ വി പി മേനോൻ. ഇന്ത്യയിൽ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവി. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗ ചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ്. ക്ഷയം. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചത് മുദ്രാ ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ്? ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്ക്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം. ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം ഏതാണ്? കറുപ്പ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92 ആണ്. 92. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന IUPAC ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം. 1875. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ എന്നാണ്. എല്ലാവരും സന്തുഷ്ടരാകട്ടെ എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. സർവഭവന്തു സുഖിനോ. CH മുഹമ്മദ് കോയ പാലം ഏത് ജില്ലയിലാണ്? CH മുഹമ്മദ് കോയ പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം. കൊൽക്കത്തയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്ത. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. മാമ്പഴം എന്ന കവിത എഴുതിയതാര്? കവിതയുടെ പേര് മാമ്പഴം. എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാറിനെ വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്. ബീഹാർ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലം. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി. കേരള സിംഹം പഴശ്ശിരാജ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. മനുഷ്യ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് ഏത് സ്ഥാപനത്തിന്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLന്റെ മുദ്രാവാക്യമാണ്. BSNL. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായത് 1969.
ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്